കൈയെടുത്ത് തക്കിളി ഞാനിത് തയ്ക്കട്ടെ. കുത്തിയൊന്നുമില്ല, ഒരുപാട് അഭിനയിക്കണ്ട. അല്ല തക്കിളി മോനെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? നടക്കൂലെന്ന്. ടീച്ചർ അങ്ങനെ പലതും പറയും. ഇവിടെ കാശില്ലാന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? കാശുള്ള വീട്ടിലെ പിള്ളേർ അങ്ങനെ പലതും കളിക്കുകയും ചെയ്യും, ഓടാനും പോകണം ചാടാനൊക്കെ പോകും. നിന്റെ മോള് അതിന് പോകണ്ട. കാശൊന്നും വേണ്ട. നിനക്ക് ഇപ്പൊ ഈ ചെണ്ടപ്പുറത്ത് കോലിടണമെന്നൊക്കെ പോണെന്ന് എന്താ അത്ര നിർബന്ധം? ടീച്ചറാന്ന് പറഞ്ഞു ഞാൻ നല്ല ഡാൻസ് കളിക്കും, അപ്പൊ ചേർന്നേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഡാൻസ് കളിക്കുന്നത്. അതിന്റെ നടക്കൂല. അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ ഡാഡിനോട് പോയി പറ. അമ്മ സമ്മതിച്ചാലേ ഡാഡി സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ ഡാഡി സമ്മതിക്കും. ഡാഡിക്ക് സമ്മതം. പൊയ്ക്കോന്ന് പറയണേന് എന്താ കുഴപ്പം? കാശ് ഞാൻ ഉണ്ടാക്കണ്ട. എത്ര രൂപ ചെലവ് പരിപാടി? 1000. ഡ്രസ്സിന് തന്നെ ആവുമല്ലോ 1000. പിന്നെ അതിന്റെ ഡാൻസ്, മേക്കപ്പ്, പാട്ട്, ഇതിനൊന്നും പൈസ കൊടുക്കണ്ട അല്ലേ? കാശുള്ള വീട്ടിലെ പിള്ളേർ അങ്ങനെ പലതിനും പോകും. എന്റെ മോന്റെ അപ്പനും അമ്മയ്ക്കും അതിനുള്ള കഴിവില്ല. മക്കൾ ഇവിടെ അനങ്ങാതെ ഇരുന്നോ. അമ്മ പ്രൈസ് കിട്ടും കളിച്ച അത് അമ്മയ്ക്ക് അഭിമാനമല്ലേ? എനിക്ക് അത്ര അഭിമാനം കുറച്ച് മതി. നിന്റെ അപ്പനായിട്ട് എനിക്ക് നല്ല അഭിമാനം തന്നെ ഉണ്ട്. വിടുന്ന കൈയെടുക്കടി. എനിക്ക് ചിരിവനില്ലാട, നീ കൈയിട്ടടി. അമ്മ പറയട്ടെ. മോനൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഡാൻസിനൊക്കെ പോയി ഇപ്പൊ അമ്മയുടെ മോള് നല്ല തുന്നികയായിട്ടിരിക്കല്ലേ. അങ്ങനെ പെണ്ണല്ലേ. നോക്ക്, ഡാൻസിന് പോകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പോയി പ്രാക്ടീസ് ചെയ്യണം. കാല് വേദന എടുക്കും, കൈ വേദന എടുക്കും. പിന്നെ ആ ടീച്ചർ വല്ല ദേഷ്യക്കാരിയാണെങ്കിൽ വഴക്ക് പറയും. പിന്നെ അമ്മയുടെ കുഞ്ഞു അങ്ങനെയൊക്കെ പോണേ. ഇപ്പൊ മത്സരത്തിന് പോകണം, അത്രയല്ലേ ഉള്ളൂ. കലോത്സവത്തിൽ പങ്കെടുക്കണം, അതല്ലേ ഉള്ളൂ. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഡാൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും 2 ഐറ്റം പോരെ? സമ്മതിക്കോ? നമുക്ക് ഒരു കവിതയും ലളിതഗാനം അങ്ങോട്ട് പഠിച്ചാലോ? ഞാൻ പറയണത് നീ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. കവിതയും ലളിതഗാനം ആണെങ്കിൽ എല്ലാം ഓക്കെയാ. കവിത താല്പര്യമുണ്ടോ? എന്നങ്ങോട്ട് വാ. കവിത അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 12 മക്കളെ പെറ്റൊരമ്മേ. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. എന്തോന്ന് തക്കിളി, കവിതയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആകുമോ? എന്നാ വേറെ പിടിച്ചോ, പുതിയത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം ഇതെല്ലാരും കുട്ടികളും പാടുന്നതാണമ്മ. ഇതൊന്നും കിട്ടിയാ ഇതൊന്നും പാടിയാ ഒന്നും കിട്ടൂല. അന്നാ പിന്നെ വേറെ വഴിയുണ്ട്. കുഞ്ഞെ, നിന്റെ ഡാഡിയുടെ ഫോണിൽ എന്തോരം പാട്ടും കവിതയും ഉണ്ടെന്നാ നിന്റെ വിചാരം? ഇഷ്ടമുള്ളത് എടുത്ത് ഡാഡി പഠിപ്പിച്ചു തരില്ലേ? എനിക്കത് വേണ്ട, എനിക്ക് ഡാൻസ് മതി. നല്ലേ പോ. നീ പറഞ്ഞാ മനസ്സിലാവൂല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ? പോയി പറ. മാമ സമ്മതിക്കുമെങ്കിൽ നീ നടത്തിക്കോ. പറഞ്ഞ പിള്ളേരായ പറഞ്ഞ അനുസരണ വേണം. കിട്ടി. അല്ല, നീ എന്താ ചെയ്യണത്? നരച്ചുമുടി മാത്രല്ലേ പറിക്കണത്? ഇത് മുഴുവൻ നരയല്ലേ, പിന്നെ പുറക്കുണ്ട് അങ്ങോട്ട്. എന്റെ അമ്മ. ഏട്ടാ, ഇങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ മുട്ട അടിക്കേണ്ടി വരും ഏട്ടാ. അതെന്തായാലും അടിക്കേണ്ടി വരും. അതാ നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഞാൻ എന്തായാലും മുണ്ടനം ചെയ്യേണ്ടി വരും. വയസ്സായി ഏട്ടന്. വന്നല്ലോ ഏട്ടാ. ഇന്ന് നമുക്ക് ഇവളെയും കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോണം. പിന്നെന്താ, ഇവളെ പേരും പറഞ്ഞ് നിനക്ക് ഒരു കറങ്ങല് വേണം, അത്രല്ലേ ഉള്ളൂ. പിന്നെ എന്റെ സ്കൂളില് മറ്റേ കലോത്സവം എന്തെന്ന് നേരെ പറഞ്ഞേ? നേരെ പറ. കലോത്സവം. ഉത്സവം. എന്തോന്ന്? യൂത്ത് ഫെസ്റ്റിവൽ. മനസ്സിലായി. എന്നിട്ട് നീ എന്തിനൊക്കെ ചേർന്നു? ഒന്നിനും ചേരണ്ട. അയ്യോ, അങ്ങനെ പറ്റില്ല. നീ എല്ലാത്തിനും അങ്ങോട്ട് പേര് കൊടുത്തേക്കണം. പൈസ ചെലവല്ല, ഒന്നിനും ചേരണ്ടെന്ന് പറഞ്ഞു അമ്മ. പൈസ ഒന്നും വിഷയമില്ലാന്ന്. പൈസ മാമൻ തരാലോ. സത്യത്തിൽ പിന്നെന്താ? കഴിഞ്ഞൊന്നുമില്ല. ഈ തല മുഴുവൻ അറിയല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പരിപാടികൾക്കും ചേരണം. എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, പങ്കെടുക്കുക. എന്നിട്ട് സ്റ്റേജിന്റെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. ഈ ധൈര്യം നമുക്ക് എവിടെ പ്രയോജനപ്പെടുന്ന അറിയാമോ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും.
അപ്പൊ അതിന് എല്ലാത്തിനും ചേരണം കേട്ടാ. എല്ലാത്തിനും ചേർന്നോ? മാമിയെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ ഓട്ടം തുള്ളലിന് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അതെന്ത് ഓട്ടം തുള്ളൽ? ബെസ്റ്റ്. ഓട്ടം തുള്ളല് മാമി ഇതിനിങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഓടിയിട്ടും ചാടിയിട്ടൊക്കെ തുള്ളൂല്ലേ, അതന്നെ. പോയിട്ടാണെന്ന് അതൊന്നുമല്ല, ഉത്സവത്തിന് ഉണ്ടാവൂലേ, ദേ അടുത്ത ഉത്സവത്തിന് ഇവിടെ കൊണ്ട് കാണിക്കണം. എനിക്ക് മാങ്ങ മാങ്ങ കാണിച്ചാ. മാങ്ങി കാണിച്ചതാ. ഇനി അടുത്ത ഉത്സവത്തിന് നിന്നെ കൊണ്ടുപോയി കാണിക്കാം. മാമി പ്ലീസ് കാണിച്ചു. അതെ, മാമി കാണിച്ചു, മാമി കാണിച്ചു. മാന്യമഹാജനങ്ങളെ, ഇന്ന് കൃത്യം 7 മണിക്ക് വീരഭദ്രൻ പിള്ളയുടെ മരുമകളും പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരിയുമായ ജമന്തി അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക, കാണുക, ആസ്വദിക്കുക. ഭീമൻ ഹനുമാനെ കാണുന്ന ഭാഗം കല്യാണ സൗഗന്ധികം കഥയില്. ആര്? കല്യാണ സൗന്ദര്യം. ദൈവമേ, ഇവളെ എങ്ങനെ പാട്ട് പഠിക്കണ? ചോദ്യം വേണ്ട കളിച്ചാ. ഇല്ല, അപ്പൊ ഭീമനായിട്ടും ഹനുമാനായിട്ടും അഭിനയിക്കണം. ഭീമ ഭയങ്കര ദേഷ്യത്തിലാണേ. ആ ഏട്ടാ മര്യാദക്ക് പാടണം കേട്ടോ. പാടി തന്നാ ഞാൻ പാടും. 3, 4. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ, മർക്കടാ നീ അങ്ങ് മാറിക്കടാശടാ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, നിനക്കിടാ തോന്നുവാൻ എന്തടാ സംഗതി, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, ഒട്ടും വകതിരിവില്ല, ഒട്ടും വക തിരിവില്ല, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വക തിരിവില്ലാത്ത വല്ലാത്ത, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. അല്ലളിയോ, ഇതെന്താ ഇത്? വീടാണോ അതോ ഉത്സവപ്പറമ്പാന്നോ? ഓട്ടം തുള്ളലും കഥകളിയും അളിയാ, ഇങ്ങനെയൊക്കെയല്ലേ ജീവിതത്തിൽ, ഇത് രസല്ലേ? ഭയങ്കര രസമാ. എനിക്ക് യുവജലോത്സവത്തിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ പറഞ്ഞാ. എന്ത് ജലോത്സവം? യുവജലോത്സവം. യുവ യൂത്ത് ഫെസ്റ്റിവലിന് അവൾ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്. അതെയോ? ആ, നന്നായി. എന്തൊക്കെ ഐറ്റോ ചെയ്യണേ? ഞാൻ ഓട്ടം തുള്ളലുണ്ട്, പിന്നെന്തുണ്ട്? പദ്യം. ആ പാട്ടുണ്ട്. പാട്ടുണ്ട്. പാട്ടാര് പഠിപ്പിച്ചു? പാട്ട് ധരിക്കണ മുതല് ഏത് പാട്ട്? പഠിപ്പിച്ചിട്ടില്ല, ഏതെങ്കിലും പഠിപ്പിക്കും. ഒരു പാട്ടൊക്കെ ഏതാ പാട്ടാ നീ പഠിപ്പിക്കണമെന്ന് അറിയണമല്ലോ. ആ, അതെ, കുട്ടികൾക്ക് പറ്റുന്ന പാട്ട് മതി കേട്ടാ. ആ, ഭയങ്കര പാടുള്ള ഒന്നും വേണ്ട. അല്ല, ആദ്യം ടീച്ചർ പാടുമെന്ന് അറിയട്ടെ. പാടും. എന്താ അവള് പഠിപ്പിക്കണെന്ന് അറിയണമല്ലോ. പണ്ട് ഇവളൊന്ന് പാടിയതിന്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറി. കണ്ണടിക്ക്. 1, 2, 3 സ്റ്റാർട്ട്. തുമ്പപ്പൂ കണ്ണെഴുതും പൊൻതിരുവോണം, തുളസിപ്പൂ കണ്ണെഴുതും. കണ്ടോ? ചിരിക്കോ? വേണ്ട. ഞാൻ ആ പാട്ട് പഠിപ്പിക്കും. അപ്പൊ പാട്ട് തുള്ളലും ഉണ്ട്. അല്ല, അതൊന്ന് വൃത്തിയായിട്ട് പാട്ട്. അല്ല, അത് അവള് അതെനിക്കറിയാം. അവളത് ഓണപ്പാട്ട് മത്സരമല്ല, അത് ലളിതഗാന. എന്റെ അളി അവക്ക് അറിയാവുന്ന ആ പാട് ഒരേ ഒരു പാട്ട്, അത് മാത്രം. അത് അവള് പഠിപ്പിച്ചോളൂ. അപ്പൊ എന്തായാലും പാട്ടായി തുള്ളലായി. അങ്ങനെയാണെങ്കിൽ ഡാഡിയുടെ വക മിമിക്രിയും കൂടെ പഠിപ്പിച്ചു. അത് വേണോ? എന്തേ? ഞാനെന്താ ഒരു കുഴപ്പം? മിമിക്രിയൊക്കെ വേണോ? ആ, അളിയ നിനക്കറിയാലോ, ക്ലാസ്സിൽ പഠിക്കുമ്പോ മറ്റേ മിമിക്രി കാണിച്ചത്. സ്കൂളിൽ പഠിച്ച സമയത്ത് എന്റെ മിമിക്രിക്ക് എന്തോരം കയ്യടിയായിരുന്നു അറിയാമോ? എനിക്കറിയാലോ. ഇവനെ മിമിക്രി കളിച്ചോണ്ടിരിക്കാണ്. അതില് ആളുകളൊക്കെ പാടെ തുടങ്ങി പൊരിഞ്ഞ കൂവലോട് കൂടിയിട്ട് ഇവൻ സ്റ്റേജിൽ നിന്നിട്ട് ആ കൂവി ആളുകളെ കംപ്ലീറ്റ് തെറി പറഞ്ഞില്ലേ? ജമന്തി, അതെപ്പോഴാ? അത് ഞാൻ 7 പഠിക്കുമ്പോ. അതിനുശേഷമല്ലേ ഞാൻ ഈ രംഗത്ത് ഭയങ്കര കിടലായി. പോടാ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു കുറുപ്പ് മാഷിന്റെ അടുത്ത് അടി കിട്ടിയില്ലടാ. പിന്നെ ഡാഡി കേൾപ്പിച്ചരാം മക്കളെ. മാന്യ സദസ്സിന് എന്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി 2 വ്യത്യസ്ത ഇനം പട്ടികൾ കടികൂടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നന്നായി. കൊള്ളാം. ഇതൊക്കെ പഴയതാണ്, വേറെ എന്തെങ്കിലും ലഭ്യത കാണിക്കും. ഇനി അടുത്തതായിട്ട്
ഒരു കുതിരയും മോട്ടോർ ബൈക്കും തമ്മിൽ മത്സരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അളിയാ ഇത് നീ 10ാം ക്ലാസ് കാണിച്ചത്. അളിയാ ഇത് 10ാം ക്ലാസ് കാണിച്ചാൽ ഇതൊക്കെ എപ്പോഴും നല്ല റേഞ്ച് ഉള്ള ഒരു സംഭവമാണ്. അതൊക്കെ കുട്ടികൾ കാണുന്ന സമ്മാനം കിട്ടും. അതൊന്നും പിള്ളേരൊന്നും കാണിക്കുന്നു. അതെ, മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താടാ അളിയാ മര്യാദക്കിരിക്കണേ. അത് അവസാനം കുതിര ജയിച്ചപ്പോ കുതിര വിളിക്കുന്നതാ. അത് കൊള്ളൂല. അതിന് മുമ്പ് കൊച്ചു കാണിക്കില്ല. അത് കുഴപ്പമില്ലായിരുന്നു. അതൊന്നും കൊച്ചിന് വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടാ? കൊച്ചിന് വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കണേ. ഇനി അടുത്തത് ഇനി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന കാക്ക താഴെ നിൽക്കുന്ന കോഴിയെ ചീത്ത വിളിക്കുന്നു. അത് നല്ലതായിരിക്കും, പിള്ളേർക്ക് പറ്റില്ല. ഒരു കലാകാരന് ഒരു ഐറ്റം ചെയ്യുമ്പോഴേ അവനെ നിരുത്സാഹപ്പെടുത്തരുത്. നീ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എടേ അത് കലാകാരൻ, നിനക്കത് ബാധകല്ലോ. ഓ എടാ, ഞാൻ കലാകാരനല്ലയോ എന്നൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാം, നമ്മളെ കൂടെ പഠിച്ചവരടുത്ത്. അസൂയാണ്. എന്താ അസൂയടാ എനിക്ക്? നീ കുറെ നാള് നാടകം മോണാക്ട് എന്ന് പറഞ്ഞ് നടന്നല്ലോ. എടാ ഇതൊക്കെ ചെയ്യണമെങ്കിലേ ഒരു ഗട്സ് വേണോടാ, ഗട്സ്. ഇതിന് ഗഡ്സ് നല്ലടാ പറയാ, ഇതിന് നല്ല തൊലിക്കട്ടി എന്നാ പറയാ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി. തൊലിക്കട്ടി മാത്രം പോരാ, മനക്കെട്ടി വേണം ഇതൊക്കെ ആളുകളെ മുമ്പ് ചെയ്യാനായിട്ട്. അയ്യോ ഈ ഒരു കാര്യം ഈ സാധനം ഒന്ന് കൊച്ചിനെ പഠിപ്പിക്കണ്ടേട്ടാ. അതെ, കൊച്ചിനെ എന്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ മിമിക്കറി ഇതൊന്നും കൊച്ചിനെ പഠിപ്പിക്കണ്ട. വെറുതെ തമാശ അവൻ തമാശ കാര്യമായിട്ട് പറഞ്ഞ ഇതൊന്നും പഠിച്ചാൽ കൊച്ചിന് സമ്മാനം കിട്ടൂല. എന്നാ ഇത് മാത്രം പഠിച്ചു കൊച്ചിന് സമ്മാനം ഞാൻ മേടിച്ചു കൊടുക്കാം. നന്ദപ്പ ഇത് പഴയ സാധനമാണ്, എല്ലാരും കാണിക്കുന്നല്ലേ. അളിയാ കൂടുതൽ ഇങ്ങോട്ട് വിടരുത്. ഞാനേ മിമിക്രിയുടെ ഉസ്താദാ കേട്ടോ. നീ എന്നെ അത് മോളെ, നീ മിമിക്രി മാത്രം പഠിച്ചു അതിൽ പപ്പ സമ്മാനം മേടിച്ചു. ഈ മിമിക്രി എന്താ ഓട്ടത്തുള്ളതിലും വേണ്ട, ഒരു കുന്തവും വേണ്ട. എനിക്ക് ഓട്ടം തരാൻ പോണം. ഓട്ടത്തുള്ളതിലും വേണ്ട, ഒരു മണ്ണാകട്ടെ വേണ്ട. നീ മിമിക്രി ഈ കൊച്ചിനെ ഞാൻ മിമിക്രി പഠിപ്പിച്ച് സമ്മാനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് ക്ലീറ്റോ നല്ലളിയാ കേട്ടാ. ബെറ്റ് വെക്കാണ്, ക്ലീറ്റോ വെല്ലു വിളിക്കാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ കൊച്ചിനെ നിന്റെ മിമിക്രി കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു സമ്മാനം വായിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മീശ ഈ ഭാഗം പഠിച്ചങ്ങ് കളയും. ആണല്ലോ ആണല്ലോ വാക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കത്തി ഞാൻ നാളെ തന്നെ വാങ്ങിച്ചു വെക്കണ. കാണാം, നീ കുറച്ചുകൂടെ വളർത്തിക്കോ, എടുത്തു വെച്ചോ. മീശ കാണാൻ പറ്റില്ല. കത്തി വാങ്ങിച്ചോണ്ട് ഈ മിമിക്രി സമ്മാനം കിട്ടുകയാണെങ്കിൽ നീ കത്തിയോട് ഞാൻ മേടിച്ചു കൊടുക്കണം എന്റെ കൊച്ചിന് സമ്മാനം. പാടി വെക്കളെ, പ്രാക്ടീസ് വാങ്ങിച്ചു കൊടുക്കാം. എന്താണ് അവന്റെ ഒരു മിമിക്രി? ഈ വക മിമിക്രി ആയിട്ട് കഴിയത്തില്ലെങ്കിലോ ഞാനല്ലോ അവൻ കാണിച്ചല്ലേ. കേറി പോടാ.